അതെ, അമേരിക്കനെ വിശ്വസിച്ചിട്ട് പഴയ പോലെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടാ. പെട്ടെന്ന് ഒരു ഉറപ്പില്ലാത്ത സ്വഭാവമല്ലേ അവന്മാരുടെ. ഇപ്പൊ അഫ്ഗാനിസ്ഥാന്റെ കാര്യം തന്നെ നോക്ക്, അവന്മാർ ഇട്ടുകൊണ്ട് പോയില്ലേ. ആ ഒരു ഒറ്റ കാര്യം കൊണ്ട് ഒരുപാട് പേരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി താഴെ പോയി. ഇപ്പൊ എന്റെ കാര്യം തന്നെ, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഒരുപാട് സൂചിക താഴെ പോയി. ഇതെന്താ പുള്ള കളിയാ? അതല്ല ഞാൻ പറഞ്ഞത്, ഈ ഓഹരിയൊക്കെ വിട്ടിട്ട് സ്വർണത്തിൽ ഫോക്കസ് ചെയ്യും. സ്വർണ്ണം റിസ്ക് ആണേ. നമ്മുടെ പ്രൊഫഷൻ ആദ്യം വേണ്ട ഇത്തിരി മനോധൈര്യമാണ്. ധൈര്യം ഇല്ലാണ്ടല്ലാന്ന്, ഒരെണ്ണത്തിൽ സ്ലിപ്പായ പിന്നെ എനിക്ക് പഴയ പോലെ അങ്ങോട്ട് ഉറപ്പ് കിട്ടാനില്ല. എന്നാ പിന്നെ തിരി. എന്താ നീ എന്തിനാ തിരിയാൻ പറഞ്ഞത്? ഞാൻ സ്വർണത്തിൽ നിന്ന് നേരെ ഡിജിറ്റലിലോട്ട് തിരിയാനല്ലേ പറഞ്ഞത്. എന്റെ പൊന്നെ, ആള് പേടിച്ചോല്ല. ഒരു പോലീസ് ജീപ്പ് അങ്ങോട്ട് പോയത് നീ കണ്ടില്ലേ? നിനക്ക് സമാധാനമായിട്ട് പറഞ്ഞാൽ പോരെ ഇതൊക്കെ എന്നോട്. ഞാൻ പറഞ്ഞതേ, ഇപ്പൊ എല്ലാ പരിപാടിയും ഡിജിറ്റലല്ലേ. ഇപ്പൊ വർക്ക് ഫ്രം ഹോം. ഈ വർക്ക് ഫ്രം ഹോം നമുക്ക് റിസ്ക് ആണ്. ഇപ്പൊ ഒരുത്തനും പാതിരാക്ക് ഉറക്കൂലല്ലോ, എല്ലാം ഓൺലൈൻ നോക്കിയിരിക്കല്ലേ. എന്നിട്ട് ഇവന്മാര് പകല് കിടന്നുറങ്ങും. അതിൽ നമുക്ക് എന്താ കാര്യമുള്ളത്? ശരിയാണ്. അതുകൊണ്ടാണ് ഞാൻ ആളില്ലാത്ത വീട് നോക്കിയിട്ട് കക്കാൻ കയറുന്നത്. ആളുള്ള വീട്ടിൽ കക്കാൻ കയറുമ്പോഴാണ് എനിക്കൊരു ത്രില്ല്. നീ വലിയ സാഹസികനാണല്ല. സാഹസികതയൊന്നുമില്ല, ഇതൊരു പാവം അമ്മയെ സ്കൂളിൽ പഠിക്കുന്ന ഒരു മോളും, ഭർത്താവ് ഗൾഫിലാണ്, റിസ്ക് ഇല്ല. അപ്പൊ നീ അങ്ങടല്ലേ? ഞാൻ ഇങ്ങോട്ടാണ്. ഇവിടെ ഒരു അമേരിക്കക്കാരൻ ടൂർ പോയിട്ടുണ്ട്. അവിടെ പട്ടിയില്ല, സേഫാണ്. എന്നാ പിന്നെ നാളെ വർക്ക് ചെയ്തിട്ട് കാണാം. ഓക്കെ, അടിപൊളിയാക്ക്. ഓൾ ദ ബെസ്റ്റ്. ഡ്യൂട്ടിക്കിടയിൽ വിളിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല എന്റെ പൊന്നു ശോശാമേ. അതെ, എളയപ്പന്റെ ചിഞ്ചുമോളുടെ ബർത്ത്ഡേ ആണ്. വിഷ് ചെയ്താ? നാളെ രാവിലെ പോരെ? പാതിരയ്ക്ക് വിഷ് ചെയ്താലേ ഒരു പഞ്ചുള്ളൂ. വാട്സാപ്പിൽ ഒരു വോയിസ് മെസ്സേജ് ഇട്ടാ മതി. ഓക്കെ. നമ്മുടെ ആധാർ എളയപ്പന്റെ കയ്യില, മറക്കണ്ട. ശരി, നീ ഒന്ന് വെക്കോ. എളയപ്പ, ചിഞ്ചുമോൾക്കേ എന്റെയും ശോശാമ്മയുടെയും വക ബർത്ത്ഡേ വിഷസ്. ഉമ്മ ചിഞ്ചുമോൾക്കാണേ. എളയപ്പൻ സമയമുള്ളപ്പോ കൊടുത്താൽ മതി. എന്തോ ഒരു അനക്കം കേട്ടതുപോലെ. മിണ്ടാതെ കിടന്നുറങ്ങടി. നമ്മുടെ സ്വർണ്ണൊക്കെ ബാങ്കിൽ ലോക്കറിൽ തിരിച്ചു കൊണ്ടുവച്ചാൽ മതിയായിരുന്നു. ലോക്കറിനേക്കാൾ സേഫായിട്ടാ അതിവിടെ ഇരിക്കുന്നത്. അതേതാ ലോക്കറിനേക്കാൾ സേഫായ സ്ഥലം? താഴെ അടുക്കളയുടെ അടുത്തുള്ള സ്റ്റോർ റൂമിൽ അരിയിട്ട് വെച്ച പാത്രമില്ലേ, അതിൻ്റെ ഉള്ളിൽ പൂഴ്ത്തി വെച്ചിരിക്കുക. ലോകത്തിലൊരാൾക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. അമ്മേ സമ്മതിച്ചു. എന്നാ കിടന്നുറങ്ങ. മോളെ ആണോ? അത് ശരി. ഞാനൊരു പാർട്ടിയായിട്ട് എയർപോർട്ട് പോയിക്കൊണ്ടിരിക്കുക. അവരെ ഡ്രോപ്പ് ചെയ്തിട്ട് പെട്ടെന്ന് അങ്ങ് വരാം. മോള് ബോബി സാറിനെ കൂടെ ഒന്ന് വിളിച്ചു പറഞ്ഞു. ബോബി അങ്കിളിനെ വിളിച്ചു.
ആ അങ്കിളിപ്പോൾ എത്തും. ഓക്കെ ഓക്കെ. അയ്യേ, വെറുതെ എന്തിനാ മോളെ ആളുകളെയൊക്കെ വിളിച്ചെടുത്തണത്? പറ്റിപ്പോയി, മാപ്പ്. ഓ എൻ്റെ മനോ, തുറന്നു വിട്ടാൽ ആ സെക്കൻഡിൽ ഞാൻ സ്ഥലം വിട്ടോളാം. പിന്നെ ഈ ഏരിയ കാണൂല. ചേച്ചിക്ക് ക്ഷമിച്ചൂടെ? ചേച്ചി പറ്റും. ക്ഷമിക്കാം. എന്തായാലും വിളിച്ചു പറഞ്ഞവരൊക്കെ ഒന്ന് വന്നോട്ടെ. വന്നോട്ടെ, എനിക്ക് ധൃതിയൊന്നുമില്ല. ഞാൻ അവിടെ വെയിറ്റ് ചെയ്തോളാം. ചേച്ചി ഇപ്പോഴും ഈ അമ്മിക്കലി തന്നെയാണ് അരപ്പ്. അല്ല, അത് നല്ലതാണ്. കാരണം ഇതിൽ അരച്ചാലേ കറിക്ക് നല്ല ടേസ്റ്റാണ്. അമ്മിക്കല്ലേ ഇപ്പം ആമസോണിൽ കിട്ടുന്നുണ്ട്. നല്ല ഓഫറുണ്ട്. ഞാൻ വൈഫിനോട് ഓർഡർ ചെയ്ത് കൊടുക്കാമെന്ന് പറയുന്നത്. പക്ഷെ അവൾക്ക് മിക്സി മതിയെന്ന്. പിന്നെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ് ഒപ്പിച്ച് കൊടുത്ത്. തനിക്ക് പിന്നെ കാശ് ചെലവില്ലാതെ തന്നെ കിട്ടുമല്ലോ. ഫാമിലി മാനായി പോയില്ലേ ചേച്ചി. എന്നാലും ചേച്ചി മോളോട് എന്നെ നൈസായിട്ട് പറ്റിച്ചു. ചേച്ചി സീനാക്കല്ലേട്ടാ, ഞാനൊരു പാവണേ. എവിടെ? വക്കീലുണ്ട്. നീ പോലീസിനെ വിളിച്ചില്ലേ? ബോബിച്ചാൻ വന്നിട്ട് വിളിക്കാന്ന് വിചാരിച്ചു. പോലീസൊന്നും വേണ്ട സാറേ. ഇത് നമ്മൾ മാന്യന്മാരും പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ശരിയാ, പോലീസ് വേണ്ട. സാനിറ്റൈസറിങ് എടുത്തേ. മാറിക്കാൻ മോളെ. ബോബി സാർ എത്തിയല്ലേ? ആ, ഇവനാണോ പാർട്ടി? ആ. കിതർ സേ ആയാ? മലയാളിയാ. എന്നിട്ടാണോ? നീ എവിടെ ഉള്ളാടാ? മൂലംകുഴിയിൽ മൂലംകുഴിയിൽ എവിടെ? ചെമ്മീൻ ഫാക്ടറിയുടെ ബാക്കിൽ. ചെമ്മി ഫാക്ടറി ബാക്കി വീട്ടുപേര് പറയടാ. ചെമ്പരത്തി. ചെമ്പരത്തി? ചെമ്പരത്തിങ്കൽ ചെമ്പരത്തി അന്തോണി ചേട്ടൻ്റെ മോനാണ്. നിന്റെ പേരെന്തോ? സോളമൻ. പള്ളിയിലിട്ടാണ് ശലമോൻ എന്നാണ് പേരൊക്കെ ഗംഭീരമാണ്. ലോറൻസിന് അറിയാമോ അവനെ? ഇവന്റെ തന്ത അറിയാം. ഹാർബർ ജോലിക്കൊണ്ടായിരുന്ന ആ പാവത്തിന് ഇങ്ങനെ ഒരെണ്ണം വന്ന് പിറന്നെന്നുള്ളതാ. സോ പതറ്റിക്. സോഷ്യൽ സിറ്റുവേഷൻ ആണെങ്കിൽ. സോഷ്യൽ സിറ്റുവേഷൻ. പോലീസിനെ സോഷ്യൽ സിറ്റുവേഷൻസ് ഏതായാലും ഒന്നും സംഭവിച്ചില്ലല്ലോ. ഇവനെ ഞാൻ കൈകാര്യം ചെയ്തോളാം. വെറുതെ റിസ്ക് എടുക്കണ്ട, തലയിലാവും. ലെറ്റ് മീ ട്രൈ. നടക്കടാ. നിങ്ങൾ എൻ്റെ ടൂൾ കിറ്റ് എടുത്തില്ല. ഏ? ടൂൾ കിറ്റ് സാർ, ആ ബാഗ് ഒന്ന് എടുത്തരും. ഗോൾഡ് പ്ലസ് ചേച്ചി. ചേച്ചി ബോൾട്ടാണ്. മോളും അടക്കടാ അങ്ങോട്ട്. എനിക്കൊരു കോംപ്ലിമെന്റ്. എൻ്റെ അടുത്ത് ബസ് സ്റ്റോപ്പിൽ ഇട്ടാ. നീ അങ്ങനെ പോകണ്ട. അവിടെ വീട്ടിൽ വന്ന് നിൽക്കാൻ പറഞ്ഞാൽ കേൾക്കില്ല. ഇതൊരു അഡ്വഞ്ചറസ് അമ്മയും മോളും. അമ്മച്ചിയോട് ഇതൊന്നും ഇപ്പൊ പറയണ്ട. പറഞ്ഞാൽ പിന്നെ ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കാൻ അമ്മച്ചി സമ്മതിക്കില്ല. ഞാൻ ഒരു ചായ എടുക്കട്ടെ? ഇപ്പോഴാ ചായ ഒന്നും വേണ്ട. അപ്പോൾ അടുത്ത ആഴ്ച എൻട്രൻസിന്റെ മോക്ക് ടെസ്റ്റാ. നീ പഠിക്കുന്നുണ്ടാവല്ലോ? പഠിച്ചോണ്ടിരിക്കുന്നു. സാധാരണ സ്കൂൾ ടെസ്റ്റ് പോലെ അല്ല കേട്ടോ നമ്മുടെ കോച്ചിങ് സെന്ററിലെ ടെസ്റ്റ്. സോ പ്രിസൈസ് ആൻഡ് ഡെഫിനറ്റ്. ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്യുന്നത്. എന്നാ പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങ് തന്നൂടെ അങ്കിളെ? എനിക്കൊന്ന് ഷൈൻ ചെയ്യാലോ. നീ പഠിക്കാതെ അങ്ങനെ വാ, നിന്നെ നിർത്തി പൊരിക്കും ഞാൻ. മനസ്സിലായേ? ഞാൻ കേട്ടെന്നാ വാതിലൊക്കെ ശരിക്കും കുറ്റിയിട്ടോണേ. ഇനി പാതിരാക്ക് എന്നെ വിളിക്കരുത്.